അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി, കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ ലീഗ്? അറിയേണ്ടത് 48 മണിക്കൂർ നിർണായകമാണ്. ലീഗ് UDF യോഗം ബഹിഷ്കരിച്ചാൽ വലിയ വാർത്തയാണെന്ന് മാത്രവുമല്ല, അത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ക്ഷീണം ചെയ്യുകയും ചെയ്യും. അത് മലപ്പുറത്തും പൊന്നാനിയിലും വയനാട്ടിലല്ല, പക്ഷെ മറ്റു മണ്ഡലങ്ങളിൽ. അപ്പോൾ അങ്ങനൊരു കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ലീഗ്? അതോ അവസാന നിമിഷം അനുനയത്തിൽ വഴങ്ങുമോ? അരുൺ, ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അഥവാ ഒന്നുകിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും മൂന്നാം സീറ്റ് ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനമെങ്കിലും വേണമെന്നുള്ള ഒരു കടുത്ത നിലപാടിലാണ്. ആ കാര്യത്തിലൊരു വിട്ടുവീഴ്ച വേണ്ട, ഒരു ഘട്ടത്തിലും അതിലൊരു വിട്ടുവീഴ്ച വേണ്ടെന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നതാണ്. അഥവാ നേരത്തെ കഴിഞ്ഞ യോഗത്തിലടക്കം ഇത്തരത്തിൽ യോഗത്തിൽ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനിയും ഒരു അനുരഞ്ജനത്തിലേക്ക് എത്തില്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്നില്ലെങ്കിൽ വേണം നമുക്ക് UDF യോഗം ബഹിഷ്കരിച്ചേക്കാം. അങ്ങനെ ബഹിഷ്കരിക്കേണ്ട ഒരു ആലോചന അടക്കം ലീഗ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലീഗ് കേന്ദ്രത്തിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരം മൂന്നാം സീറ്റുമില്ല, രാജ്യസഭാ സീറ്റുമില്ല എന്നുള്ള നിലപാടിലേക്കൊക്കെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ കോൺഗ്രസിനോട് പിണങ്ങാനുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോട് തെറ്റാനുള്ള ഒരു എല്ലാവിധ തയ്യാറെടുപ്പുകളിലേക്കും ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ള അത്രത്തോളം കടും പിടുത്തത്തിലേക്ക് മൂന്നാം സീറ്റ് വിഷയത്തിൽ ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നു. അത് UDFനെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇനിയും അനിശ്ചിതമായുള്ള ഒരു കാലതാമസം അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഇപ്പോൾ റിപ്പോർട്ടിനോട് തന്നെ PMS എല്ലാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം AICC ഹൈക്കമാൻഡ് അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് വിഷയത്തിൽ ഒരു അനുരഞ്ജനം കാണാമെന്ന കോൺഗ്രസിൻ്റെ മോഹത്തിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ PMS എല്ലാം പറയുന്നത്. കാരണം 25-നാണ് ഫൈനൽ തീരുമാനം, അതിനപ്പുറത്തേക്ക് ഒരു ഡേറ്റ് ഇല്ല. മാത്രമല്ല, 27-ാം തീയതി ഇപ്പോൾ വിദേശത്തുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ മടങ്ങി എത്തിക്കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം എന്താണോ ആ തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കുകയും ചെയ്യുന്നു. അത് ലീഗിൻ്റെ നിലപാട് എത്രത്തോളം ഈ വിഷയത്തിൽ കടുപ്പിച്ചതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് PMS സലാമിൻ്റെ പ്രതികരണം. അങ്ങനെയെങ്കിൽ ഈ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് വിഭജനം ഒരു കീറാമുട്ടിയായി പോകുന്നു. നേരത്തെ മൂന്നാം സീറ്റ് ഇല്ലെങ്കിലും രാജ്യസഭാ സീറ്റെങ്കിലും കോൺഗ്രസ് നൽകുമെന്നായിരുന്നു ലീഗ് പ്രതീക്ഷിച്ചത്. അത് ലീഗ് പറയുന്നൊരു കാരണം, പണ്ട് AK ആന്റണി മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ AK ആന്റണിക്ക് വേണ്ടി ലീഗ് തന്നെ വിട്ടുകൊടുത്തൊരു സീറ്റാണ് രാജ്യസഭാ സീറ്റ്. അത് തങ്ങൾക്ക് തിരിച്ചു തരാനുള്ള മാന്യതയെങ്കിലും കോൺഗ്രസ് കാണിക്കണമെന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് നൽകില്ല, ലോക്സഭാ സീറ്റ് നൽകില്ല എന്നുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിനോട് ഒരു ഒത്തുതീർപ്പിനോ സന്ധിക്കോ ഇല്ല. കാസർഗോഡ് സീറ്റ് നേരത്തെ ലീഗിലുണ്ടായിരുന്നതാണ്, അത് പിന്നീട് കോൺഗ്രസിന് തിരിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ലീഗ് കണ്ണുവയ്ക്കുന്നത് ഏത് സീറ്റാണ്? അത് ഞാൻ മനസ്സിലാക്കിയത് ഒന്നുകിൽ കോഴിക്കോടിന് സാധ്യത, നേരത്തെ കണ്ണൂർ പറഞ്ഞു കേട്ടു. പക്ഷേ KPCC പ്രസിഡന്റ് അവിടെ വന്നതോടും കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോടും വയനാടും ലീഗ് കണ്ണുവയ്ക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന് ലീഗിന് താല്പര്യമുണ്ടോ ആ അർത്ഥത്തിൽ? അരുൺ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നാമത്തെ പ്രയോറിറ്റി നൽകിയിരുന്നത് വയനാട് തന്നെയാണ്. പക്ഷേ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ലീഗിനില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് ലീഗിന് കൂടി ഗുണമാകുമെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഫാക്ടർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഭൂരിപക്ഷം ലക്ഷങ്ങൾ കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് രാഹുൽ ഫാക്ടർ ഗുണം ചെയ്യുമെന്ന് ലീഗ് വിലയിരുത്തുമ്പോഴും ഏതെങ്കിലും സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട് ഇല്ലെങ്കിൽ ലീഗിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി മണ്ഡലം എന്ന് പറയുന്നത് വയനാടാണ്. രണ്ടാമത് KPCC പ്രസിഡന്റ് K സുധാകരൻ മത്സരത്തിന് ഇല്ല എങ്കിൽ രണ്ടാമത് ലീഗ് കൽപ്പിക്കുന്ന പ്രയോറിറ്റി മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ്. മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനായിട്ടാണ് വടകരയും കോഴിക്കോടും മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത്. ആദ്യം കാസർഗോഡ് പരിഗണിച്ചെങ്കിലും പിന്നീട് അതൊരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാവുമെന്ന് കണക്കൂട്ടിക്കൊണ്ട് അതിൽ നിന്ന് ലീഗ് പിൻവാങ്ങുകയും ഇപ്പോൾ വയനാട് കണ്ണൂരും അതല്ലെങ്കിൽ കോഴിക്കോട് വടകര എന്നീ മണ്ഡലങ്ങളിലേക്ക് ലീഗ് എത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ലീഗ് നേതൃത്വം തന്നെ മനസ്സിലാക്കുന്ന കാര്യം, ലോക്സഭാ സീറ്റ് ഇല്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റ് ലഭിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ലോക്സഭാ സീറ്റില്ലെങ്കിൽ പോലും രാജ്യസഭാ സീറ്റിൽ വിട്ടുതരാൻ കോൺഗ്രസ് തയ്യാറാകും. അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം ലീഗ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് മൂന്നാം സീറ്റിൽ കടുത്ത സമ്മർദ്ദ നീക്കങ്ങൾ ലീഗ് നേതൃത്വം ഇപ്പോൾ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും. ഈ ഒരു ഘട്ടത്തിൽ മൂന്നാം സീറ്റ് അനുവദിച്ച് നൽകിയില്ല എങ്കിൽ ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല എങ്കിൽ നേരത്തെ നമ്മൾ നിർത്തിവെച്ചൊരു വിഷയമുണ്ട്, മുന്നണി മാറ്റം എന്നുള്ളത്. ആ മുന്നണി മാറ്റ ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വം വീണ്ടും സജീവമാക്കും. മാത്രമല്ല, ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം മുസ്ലിം ലീഗ് പരിഗണിക്കുകയും ചെയ്യും. കാരണം മൂന്നാം സീറ്റ് ഇല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിൽ ഒരു പ്രഖ്യാപനമില്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനൊരു തീരുമാനമെടുക്കുന്നത് ഏറ്റവും എക്സ്ട്രീമായ ഒരു സ്റ്റെപ്പാണ് ലീഗിന് ചെയ്യാൻ സാധിക്കുക. അത് വളരെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഈ സമവാക്യങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ ഇനി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും പൊന്നാനിയും മലപ്പുറവും ലീഗിന് ഈസിയായിട്ട് ജയിച്ചു കയറാം, കോൺഗ്രസിന് പിന്തുണയില്ലാതെ തന്നെ. ആത്മവിശ്വാസമല്ലേ ഇപ്പോൾ ലീഗിനുള്ളത്?
ഒറ്റയ്ക്ക് മത്സരിച്ചാലും പൊന്നാനിയും വയനാടും തങ്ങളുടെ ഭൂരിപക്ഷത്തിൽ പോലും വലിയ വ്യതിയാനം വരില്ല എന്നുള്ളതാണ് ലീഗിന് കണക്കൂട്ടൽ. കാരണം കോൺഗ്രസുമായി മലപ്പുറം ജില്ലയിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടായപ്പോൾ പോലും ആര്യാടൻ ഷൗക്കത്തും ലീഗ് നേതൃത്വമൊക്കെ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പോലും മൃഗീയ ഭൂരിപക്ഷത്തിന് മലപ്പുറത്തും പൊന്നാനിയിലും ജയിച്ച ചരിത്രമാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാലും 2 സീറ്റ് ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ ലീഗിനൊരു സംശയമില്ല. മാത്രമല്ല, ഒന്നിലധികം സീറ്റുകൾ കോൺഗ്രസുമായ ഒരു സൗഹൃദ മത്സരത്തിന് ലീഗ് തയ്യാറാവുകയും ചെയ്താൽ പക്ഷേ അത് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഭാസ്കർ, ഏതെങ്കിലും തരത്തിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരു തീരുമാനമെടുത്താൽ അത് ഏറ്റവും ഒടുവിലത്തെ മാത്രം ഒരു തീരുമാനമായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം ലീഗ് എടുക്കുകയാണെങ്കിൽ അത് ലീഗിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്നത്തെയോ നാളത്തെയോ ചർച്ചകളിൽ, ഉഭയകക്ഷി ചർച്ചകളിൽ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവും. ലീഗിനെ കോൺഗ്രസ് അനുനയിപ്പിക്കാൻ ശ്രമിക്കും. വേണ്ടി വന്നാൽ രാജ്യസഭാ സീറ്റ് കൊടുത്തു തന്നെ ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് UDF ലീഗിനോടൊപ്പം തന്നെ നിന്ന് മത്സരിക്കുന്ന ഒരു UDF ആണ് അവർ സ്വപ്നം കാണുന്നത്. ലീഗ് അകന്നാൽ അത് അവർക്കുണ്ടാക്കിയേക്കാവുന്ന, കോൺഗ്രസിനുണ്ടാക്കിയേക്കാവുന്ന ക്ഷീണവും അവർ തിരിച്ചറിയുന്നു.